പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദരവുന്നേക്ക് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, സഭയുടെ ആരാധനാ വർഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിനമാണ് ദനഹ എന്ന് പറയുന്നത്. ദനഹ എന്ന് പറയുന്നത് ഉദയത്തിൻ്റെ പെരുന്നാൾ എന്നാണ് സഭ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉദയത്തിൻ്റെ പെരുന്നാളായിട്ട് സഭ ഇത് മതി എടുത്തുകൊണ്ട് പോകും വിശേഷിപ്പിക്കുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി മാമോദീസായേറ്റ് ലോകത്തിൻ്റെ ഉദ്ധാരണത്തിൻ്റേതാകുന്ന തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ലോകത്തിന് നൽകി എന്നുള്ളതാണ് ഈ മാമോദീസയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് മാമോദീസയിൽ നിന്ന് യോഹന്നാമദ്ദാന എന്ന് നൽകിയതാകുന്ന മാമോദീസ എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ മാമോദീസ ആയിരുന്നു എങ്കിൽ, യേശുക്രിസ്തുവിന് യോഹന്നാമദ്ദാന നൽകിയതാകുന്ന മാമോദീസ എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ ആയിരുന്നില്ല. ഇവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന, പിതാവാൻ ദൈവത്തിൻ്റേതാകുന്ന ആ ശക്തിയോടുകൂടി ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവപുത്രനാകുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നതായിരുന്നു യോഹന്നാമദ്ദാനയുടെ മാമോദീസ. നിങ്ങൾ വായിച്ചു കേട്ടതാകുന്ന ഏവൻഗേലിയോൻ ഭാഗത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഞാനോ ബലഹീനനാകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നി കൊണ്ടും അതുകൊണ്ട് ആത്മാവ് കൊണ്ടും മാമോദീസ നൽകും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, കളത്തെ ചുറ്റും അവൻ വൃത്തിയാക്കുന്നു എന്ന് പറയുന്നു. യേശുക്രിസ്തുവിൻ്റേതാകുന്ന പ്രേക്ഷിത പ്രവൃത്തിയും പരസ്യ ശുശ്രൂഷയും ഈ മാമോദീസയിലൂടെയാണ് പ്രഖ്യാപനം ചെയ്യുന്നത്. അത് ലോകത്തെ ശുദ്ധീകരിക്കുവാനും ലോകത്തിന് പ്രകാശം നൽകുവാനും മറ്റുള്ളവരെ ആ പ്രകാശത്തിലേക്ക് ആവാഹിക്കുവാനുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സൂര്യൻ തൻ്റെ പ്രകാശം ലോകത്തിന് നൽകിക്കൊടുക്കുന്നത് പോലെ യേശുക്രിസ്തുവാകുന്ന നീതി സൂര്യൻ തൻ്റെ പ്രകാശം ലോകത്തിന് നൽകിക്കൊടുക്കുകയാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ചെയ്തത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ യേശുക്രിസ്തുവിൻ്റെ പരിമിതീകരണത്തെ പറ്റി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പറയുന്ന, ക്രൂശിലെ മരണത്തോളം പിതാവാൻ ദൈവത്തിൻ്റെ സഹിത്വം വിട്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യജാതനായി വന്നു എന്നുള്ളത്. മനുഷ്യനു വേണ്ടി മനുഷ്യനായി തീരുകയും മനുഷ്യനു വേണ്ടി അവൻ ജീവൻ നൽകുകയും ചെയ്തിട്ട് തൻ്റെ പ്രകാശത്തെ നഷ്ടപ്പെടുത്താതെ ആ പ്രകാശം ഭൂമിയിലും സർവ്വചരാചരങ്ങളിലും നൽകിക്കൊടുത്തുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് അനേകരെ ആനയിക്കുകയാണ് തൻ്റെ മാമോദീസായിലൂടെ ചെയ്യുന്നത്. ഈ ദനഹായുടെ പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ പ്രകാശത്തിൻ്റെ പെരുന്നാൾ പരിശുദ്ധ മാമോദീസായിലൂടെ ഞാനും നിങ്ങളും പ്രാപിച്ചവരാണ്. ആ പ്രാപിച്ചതാകുന്ന പ്രകാശം നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാകണം. യേശുക്രിസ്തുവിൻ്റെ മാമോദീസായിലൂടെ ലോകത്തിന് ഉദ്ധാരണം നൽകുവാൻ തക്കോണം പ്രേക്ഷിത പ്രവൃത്തിയിലൂടെ, വചനത്തിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ താനിവിടെ തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, കനാന്യ സ്ത്രീയോട് ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ദാഹിക്കാത്ത വെള്ളം കൊടുക്കുവാനായിട്ട് കെൽപ്പുള്ളവനാകുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് കോരുവാൻ കയറില്ല, ഈ കിണർ ആഴമുള്ളതാകുന്നു എന്ന് പറയുന്നു. നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവന് കൊടുക്കുമായിരുന്നു. കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് നോക്കി അവളുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവളോട് ചിലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, നീ വരുവാനിരിക്കുന്ന മശീഹയാകുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരുമ്പോൾ മാത്രമേ പാപത്തെപ്പറ്റി ബോധം വരികയുള്ളൂ. നമുക്ക് പ്രവർത്തിക്കേണ്ടതാകുന്ന നീതിയെ പറ്റിയുള്ളതാകുന്ന ഉദ്ദേശശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശുക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാകണം. യേശുക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പാതകളിലൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ ഉദ്ഘോഷിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപാവരത്തെ പ്രാപിക്കുവാനായിട്ട് ഇടയാകും. അങ്ങനെ ഇത് പ്രാപിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ സാക്ഷികളായി ഈ സമൂഹത്തിൽ വർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സാക്ഷീകരണമാണ് ഈ മാമോദീസായിലൂടെ, ഈ ദനഹാ പെരുന്നാളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഉദയം എന്നിലും നിങ്ങളിലും പ്രാപിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
എൻ്റെയും നിങ്ങളെയും അതിന് സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.